വിഴിഞ്ഞം തീരത്ത് കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളാണ് രാവിലെ കണ്ടെയ്നർ കണ്ടത്. തീരത്ത് നിന്ന് ചാക്കുകെട്ടുകളും കണ്ടെത്തിയിട്ടുണ്ട്. കപ്പൽ അപകടത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. അഷിൻ ഡിയാഗോയുണ്ട് വിഴിഞ്ഞത്ത് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, വന്ന് വിഴിഞ്ഞം വരെ എത്തിയിട്ടുണ്ട് കണ്ടെയ്നറുകൾ അല്ലേ? ആശങ്കയൊന്നും വേണ്ട എന്ന് നമ്മൾ പറയുന്നുണ്ട്. എണ്ണപ്പാട കണ്ടെത്തിയിട്ടില്ല എന്നത് ഇപ്പോൾ നിലവിലൊരു ആശ്വാസമാണ്. ഇതിൽ കാൽസ്യം കാർബൈഡ് അടക്കമുള്ള രാസവസ്തുക്കൾ തുടങ്ങിയ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്തടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളിൽ എന്താണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അരുൺ, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് വിഴിഞ്ഞത്ത് തന്നെയാണ്. ഇവിടെ നിന്നും പുറപ്പെട്ട കപ്പലാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. അതിൽ നിന്നുള്ള കണ്ടെയ്നറുകളാണ് വിവിധ തീരങ്ങളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. ഈ മൺസൂൺ ഡ്രിഫ്റ്റിൻ്റെ ഭാഗമായി കൊച്ചിയിലാണ് അപകടം നടന്നതെങ്കിലും ഈ മൺസൂൺ ഡ്രിഫ്റ്റ് ഇത് തിരിച്ച് എല്ലാം ഈ വിഴിഞ്ഞത്തേക്ക് തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ്. 2 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തീരത്തേക്ക് അടിഞ്ഞിട്ടുള്ളത്. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന് സമീപം 2 കണ്ടെയ്നറുകളാണുള്ളത്. ഒരെണ്ണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് പൊട്ടിയിട്ടില്ല, തുറന്നിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ സുരക്ഷിതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് നമ്മൾ നേരത്തെ കണ്ടത് കണ്ടെയ്നറുകളെല്ലാം തന്നെ പൊട്ടി അതിൻ്റെ സാധനങ്ങൾ പുറത്തേക്ക് വന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ തുറക്കാത്തൊരു പെട്ടി പോലെ പുതിയൊരു കണ്ടെയ്നർ ആ ഒരു രീതിയിലാണ് ഇവിടെ വന്ന് അടിഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം മറുഭാഗത്തും അടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 കണ്ടെയ്നറുകളാണ് നിലവിൽ ഇപ്പോൾ വിഴിഞ്ഞത്ത് അടിഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനുള്ള സാങ്കേതിക അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വിഴിഞ്ഞത്ത് നിന്നും. ഇപ്പോൾ വിഴിഞ്ഞത്ത് പ്രേക്ഷകർ കാണുന്നത് വിഴിഞ്ഞത്തടിഞ്ഞ ഒരു കണ്ടെയ്നറിൻ്റെ ദൃശ്യങ്ങളാണ്. മഞ്ഞ നിറത്തിലുള്ള കണ്ടെയ്നറാണ് വിഴിഞ്ഞത്തടിഞ്ഞിരിക്കുന്നത്. ഏറെ കൗതുകകരമായ കാര്യം അഷിൻ സൂചിപ്പിച്ചതുപോലെ ഇത് വിഴിഞ്ഞത്ത് നിന്ന് MSC എൽസ 3യിലേക്ക് കയറ്റിവിട്ട ചരക്കുകളിലൊന്നായിരിക്കാം ഒരുപക്ഷെ. അഥവാ ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. യാത്ര പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ ആ കണ്ടെയ്നറുകൾ എത്തിച്ചേർന്നു. എല്ലാ കണ്ടെയ്നറുകളും വിഴിഞ്ഞത്ത് നിന്നല്ല, അത് ശ്രീലങ്കയിൽ നിന്ന് വന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഷിൻ ഡിയാഗോ തുടരാവുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കണ്ടെയ്നറാണോ 2 കണ്ടെയ്നറാണോ? ഒരെണ്ണം നമുക്കിപ്പോൾ കാണാം നമ്മുടെ ക്യാമറയിൽ. അരുൺ, ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിനോട് സമീപം ഒരു കണ്ടെയ്നറും മറുഭാഗത്തായി മറ്റൊരു കണ്ടെയ്നർ കൂടി തീരത്തേക്ക് അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഒരെണ്ണം മാത്രമാണ്. ഇതിന് നേരെ മറുവശത്താണ് മറ്റൊരു കണ്ടെയ്നർ കൂടി അടിഞ്ഞിരിക്കുന്നതായി അറിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും കസ്റ്റംസും എല്ലാം ഇവിടെ എത്തി ഇത് രണ്ടും നീക്കം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. ഈ യോഗത്തിൽ ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ എത്തിയ കണ്ടെയ്നറുകൾ പോലെയല്ല. കാരണം ഇതുവരെ എത്തിയത് അത്യാവശ്യം ഭാരം കുറഞ്ഞ ഡ്രിഫ്റ്റിങ്ങിന് ഏറ്റവും എളുപ്പമായ കണ്ടെയ്നറുകളാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് കാൽഷ്യം അടക്കം പോയിസണസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അടങ്ങുന്ന കണ്ടെയ്നറുകൾ എത്താനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നൽകിയിരുന്നതാണ്. മാത്രമല്ല കണ്ടെയ്നറുകൾ വന്ന് അടിയുന്ന സ്ഥലങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റ് നടക്കും എന്നതടക്കമുള്ള കാര്യങ്ങളും ഇത് എങ്ങനെ നീക്കം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളും എന്തായാലും നമുക്ക് ആശങ്ക വേണ്ടതില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് അല്പസമയത്തേക്ക് ഉള്ളിലെത്തി ഈ കണ്ടെയ്നറുകളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യും. പലയിടത്തും കണ്ടെയ്നറുകളൊക്കെ നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ ആശങ്കയൊന്നും വേണ്ടതില്ല. പക്ഷേ ഒരിക്കൽ കൂടി പറയട്ടെ, 200 മീറ്റർ അകലെ നിന്ന് മാത്രമേ നിങ്ങൾക്കിത് കാണണമെങ്കിൽ കാണാൻ പാടുള്ളൂ. അങ്ങനെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ടെയ്നർ വരുന്നു, ചിലത് അടഞ്ഞു കിടക്കുന്നു,